ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയില് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ക്യാൻ, കുഡ് എന്നുള്ള വാക്കുകളൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ ഈ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാം നമുക്കുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഈ വാക്കുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ സെന്റൻസുകൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ആദ്യത്തെ സെന്റൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എഴുതുക എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പൊ ആർക്കാണ് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നത്? എനിക്കാണ്. അപ്പൊ അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. അപ്പൊ എനിക്ക് എന്ന് പറയാൻ നമുക്ക് ഐ എന്ന് എഴുതാം. ഇനി കഴിയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നൃത്തം ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ ഒരു ടാലന്റിനെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട വാക്കാണ് ക്യാൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ. അപ്പൊ നമ്മൾ എനിക്ക് എന്ന് എഴുതാൻ ഐ എഴുതി. ഇനി കഴിയും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഐ ക്യാൻ. ഇനി നൃത്തം ചെയ്യാനാണ് കഴിയുക. അപ്പൊ നൃത്തം ചെയ്യുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഡാൻസ് എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡാൻസ് എന്ന് എഴുതാം. അതായത് ഈ വേർബിന്റെ ബേസ് ഫോം തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഡാൻസസ് എന്നോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. അവൾക്ക് പാടാൻ കഴിയും. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ആരെ കുറിച്ചാണ്? അവളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ എന്ന് എഴുതാം. ഷീ. ഇനി കഴിയും എന്നുള്ളത് എഴുതാം. അപ്പൊ ഷീ ക്യാൻ. പാടാനാണ് കഴിയുക. അപ്പൊ പാടാൻ കഴിയണേന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? സിംഗ് എന്നാണ്. അപ്പൊ ഷീ ക്യാൻ സിംഗ്. ഷീ ക്യാൻ സിംഗ് എന്നെഴുതി. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ സബ്ജക്റ്റ് ആയി വന്നു, സെക്കൻഡ് സെന്റൻസിൽ ഷീ ആണ് വന്നത്. അപ്പൊ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഐ, യു, ദേ, വി, ഹി, ഷീ, ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാൻ എഴുതാം. അത് കഴിഞ്ഞ് വേർബിന്റെ ബേസ് ഫോം എഴുതാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ സെന്റൻസുകൾ നെഗറ്റീവ് ആക്കി നോക്കാം. അപ്പോ ആദ്യത്തെ സെന്റൻസ് എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയും എന്നുള്ള സെന്റൻസ് ഇവിടെ എഴുതിയേക്കുന്നത് എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പൊ കഴിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? അപ്പൊ ഇതുപോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതാം. അപ്പൊ ഐ. കഴിയും എന്ന് പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്തു. ഇവിടെ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഐ കൻ നോട്ട്. എന്താണ്? നൃത്തം ചെയ്യാനാണ്. അപ്പൊ ഐ കൻ നോട്ട് ഡാൻസ് എന്ന് എഴുതാം. ഈ കനോട്ടിനെ നമുക്ക് ഷോർട്ട് ആക്കി എങ്ങനെ എഴുതാം? കാണ്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഐ കാണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല എന്നാവും. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കൂ, ഈസി അല്ലേ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാ? അവൾക്ക് പാടാൻ കഴിയില്ല. അപ്പൊ അവൾക്ക് എന്നാണ്, ഈസിയാണ്. ഷീ കനോട്ട് സിംഗ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ കാണ്ട് സിംഗ് എന്നെഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ നമ്മൾ ക്യാൻ വെച്ച് ഷീ ക്യാൻ സിംഗ്, ഷീ കാൻ സിംഗ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇതിനു മുൻപുള്ള ക്ലാസ്സസ് കേട്ടവർക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റും. നമ്മൾ മെയിൻലി ഇന്ന് ക്യാൻ കുഡ് എപ്പോഴാണ് യൂസ് ചെയ്യാൻ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈസി അല്ല, ഒന്ന് ഞാൻ പറഞ്ഞു പോകാം. അവൾക്ക് പാടാൻ കഴിയുമോ എന്നാണ് ചോദിക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് ചോദിക്കാം? അപ്പൊ അവൾക്ക് പാടാൻ കഴിയും എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഷീ ക്യാൻ സിംഗ്. അവൾക്ക് പാടാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ നമ്മൾ ഷീയും ക്യാനും തമ്മിൽ മറിച്ചിടാം. അപ്പൊ എങ്ങനെയായി? ക്യാൻ ഷീ സിംഗ് എന്ന് ചോദിക്കാം. ക്യാൻ ഷീ സിംഗ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൾക്ക് പാടാൻ കഴിയുമോ എന്നായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൾക്ക് പാടാൻ കഴിയില്ലേ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റാ? നമുക്ക് കാണ്ടിനെയും ഷീനെയും മറിച്ചിട്ട് നോക്കാം. കാണ്ട് ഷീ സിംഗ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ക്യാനിനെയും ഷീനെയും മറിച്ചിടാം. അപ്പൊ ക്യാൻ ഷീ നോട്ട് സിംഗ് എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ കാൻ ഷീ സിംഗ് എന്ന് ചോദിച്ചാലും ക്യാൻ ഷീ നോട്ട് സിംഗ് എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ, ഇനി
ഇപ്പൊ നമ്മൾ കണ്ടത് നമുക്കുള്ള ഒരു ടാലന്റ്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ അടുത്ത സെന്റൻസ് നോക്കൂ, അവർക്ക് നാളെ പോകാൻ കഴിയും. അപ്പൊ ഫ്യൂച്ചറിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഒരു പ്രവൃത്തി നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ സന്ദർഭത്തിലും നാളെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഒരു സെന്റൻസിൽ ആരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അവർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദേ എന്ന് എഴുതാം. അപ്പൊ ദേ കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതാ? ക്യാൻ എഴുതും. ദേ ക്യാൻ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പോകാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ വേർബ് എന്താണ്? പോവുക എന്നുള്ളതാണ് വേർബ്. ദേ ക്യാൻ ഗോ. എപ്പോഴാണ്? നാളെ, ടുമോറോ. ദേ ക്യാൻ ഗോ ടുമോറോ എന്ന് എഴുതാം. കണ്ടോ, ഇതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് നാളെ പോകാൻ കഴിയും. അപ്പൊ ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്കിപ്പൊ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴാണ് നമ്മൾ കുഡ് എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യാ എന്ന് നമുക്ക് നോക്കാം. അപ്പോ കുഡ് എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയോ? അപ്പൊ കുഡ് എന്ന് പറയുന്ന വാക്ക് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ക്യാന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്നറിയോ? ഇത്ര നേരം നമ്മൾ പഠിച്ച സെന്റൻസുകൾ എങ്ങനെയായിരുന്നു? ഇപ്പോ ഈ ഒരു സെന്റൻസ് വെച്ച് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് പാടാൻ കഴിയും എന്ന് പറയാൻ നമുക്കറിയാം. ഷീ ക്യാൻ സിങ് എന്ന് നമുക്ക് പറയാൻ അറിയാം. ഇവിടെ അവൾക്ക് ചെറുപ്പത്തിൽ പാടാൻ കഴിയുമായിരുന്നു എന്നാണ് ഇവിടുത്തെ സെന്റൻസ്. അപ്പൊ അവൾക്ക് കഴിയുമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യുക. അപ്പോ ഇവിടെ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നമ്മൾ ഈ സെന്റൻസിൽ അവൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു എബിലിറ്റി, ഒരു ടാലന്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് അവൾ യങ് ആയിരുന്ന സമയത്ത്, അതായത് ചെറുപ്പത്തിൽ അവൾക്ക് ഉണ്ടായിരുന്ന കഴിവിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായ? അപ്പൊ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാ? അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി പഠിക്കേണ്ടത് എന്താണ്? അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു എന്ന് എഴുതാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാ? അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു എന്ന് എങ്ങനെ എഴുതും? അപ്പൊ ആർക്കാണ് ഇവിടെ പാടാൻ കഴിയുമായിരുന്നത്? അവൾക്കാണ്. അപ്പൊ നമുക്ക് ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് ആൻസർ കിട്ടി, അവൾക്ക് എന്നുള്ള ആൻസർ കിട്ടി. അവൾക്കാണ്. അപ്പൊ നമുക്ക് ഷീ എന്ന് എഴുതാം. ഇനി പാടാൻ കഴിയുമായിരുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കുഡ് സിങ് എന്ന് എഴുതാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ യൂസ് ചെയ്ത് എഴുതാം. ഹൂ എന്നുള്ള സ്ഥാനത്ത് അവൾ എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ ടെൻസസ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ മോഡൽ വേർബായ കുഡ് യൂസ് ചെയ്തു. മനസ്സിലായോ? കുഡ് യൂസ് ചെയ്തു. അതിനുശേഷം വേർബായ പാടാൻ എന്നുള്ളത്, പാടുക എന്നുള്ള വേർബ് എഴുതി, സിങ് എന്ന് എഴുതി. അപ്പൊ ഷീ കുഡ് സിങ് ഇവിടം വരെ എഴുതി. ഓക്കെ, ഇനി എന്താണ് അവൾക്ക് പാടാൻ കഴിയുമായിരുന്നത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫോർ ഹും എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എബൌട്ട് ഹും, ആരെ കുറിച്ചെന്നോ ഹൂസെന്നോ ആരുടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഹൗ, വൈ, വേറൊന്നും എഴുതിയിട്ടില്ല. വെൻ, എപ്പോഴാണ് അവൾക്ക് പാടാൻ കഴിയുമായിരുന്നത് എന്ന് മാത്രമാണ് നമുക്ക് ഇനി എഴുതാനുള്ളത്. എന്താണ് ഇവിടെ എഴുതിയേക്കുന്നത്? ചെറുപ്പത്തിൽ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റാ? അപ്പൊ വെൻ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് വെൻ ഷീ വാസ് യങ് എന്ന് എഴുതാം. ഇവിടെ ഷീ വാസ് യങ് എന്ന് എഴുതിയത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അവളെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഷീ എന്ന് എഴുതിയത്. വാസ് യൂസ് ചെയ്തത് പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ ഷീ വാസ് യങ് അല്ലെങ്കിൽ വെൻ ഷീ വാസ് എ ചൈൽഡ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി പഠിച്ചത് എന്താണ്? അവൾക്ക് പാടാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ ഷീ കുഡ് സിങ്. ഇപ്പൊ അവൾക്ക് നൃത്തം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ ഷീ കുഡ് ഡാൻസ്. അങ്ങനെ വേർബ്സ് മാറ്റി മാറ്റി പറഞ്ഞു നോക്കാം. ഓരോ സെന്റൻസ് അനുസരിച്ച് ഈ സ്ട്രക്ചർ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അടുത്തൊരു സെന്റൻസ് നോക്കാം. ഇത് കാണുമ്പോൾ കുറച്ച് വലുതായി തോന്നും, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസ് ആണ്. നമുക്ക് എഴുതി നോക്കാം കേട്ടോ. അപ്പൊ വായിച്ചു നോക്കൂ. അവൾക്ക് 25 വയസ്സാകുമ്പോഴേക്കും 5 ഭാഷകൾ നന്നായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാ?
വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൾക്ക് 25 വയസ്സാകുമ്പോഴേക്കും എന്ന് പറയുമ്പോൾ ഈ 25 വയസ്സ് എന്താണ്, ഒരു മൈൽ സ്റ്റോൺ. ആ 25 വയസ്സിനുള്ളില് അവൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ, അവൾക്ക് ചെയ്യാൻ പറ്റിയ, അവൾക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവ് എന്താണ്, അവൾക്ക് 5 ഭാഷകൾ നന്നായി സംസാരിക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. അതൊന്ന് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ യൂസ് ചെയ്ത് എഴുതി നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? അപ്പൊ ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? അപ്പൊ ആർക്കാണ് 5 ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നത്? അവൾക്കാണ്. അപ്പൊ ഹൂ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് അവൾക്ക് എന്നുള്ളതിനെ ഷീ എന്ന് എഴുതാം. ഇനി കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മോഡൽ വേർബായ കുഡ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഷീ കുഡ്. ഇനി ഇവിടുത്തെ വേർബ് എന്താണ്? വേർബാണ് എഴുതേണ്ടത്. സംസാരിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ സംസാരിക്കുക എന്ന് പറയാൻ ഇവിടെ ഭാഷകളായതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്ക് ഏതാണ്? സ്പീക്ക് എന്നാണ്. അപ്പൊ ഷീ കുഡ് സ്പീക്ക്. ഷീ കുഡ് സ്പീക്ക്. ഇനി നമ്മുടെ സ്ട്രക്ചർ നോക്കൂ. വാട്ട്, എന്താണ് അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നത്? ഇവിടെ എഴുതിയേക്ക് നോക്കൂ, 5 ഭാഷകളാണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഷീ കുഡ് സ്പീക്ക് 5 languages. She could speak 5 languages. ഇനി നമുക്ക് എന്ത് എഴുതാനുള്ളത്? വാട്ട് എഴുതി. ഫോർ ഹും, ആർക്ക് വേണ്ടിയിട്ടെന്നോ എബൌട്ട് ഹും ഹൂസ് എന്നൊന്നും എഴുതിയിട്ടില്ല. അവൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്? ഇവിടെ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്, നന്നായി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഷീ കുഡ് സ്പീക്ക് 5 languages വെൽ എന്ന് എഴുതാം. ഇവിടെ ഭാഷ ആയതുകൊണ്ട്, നന്നായി സംസാരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാം? ഫ്ലുവൻ്റ്ലി എന്ന് പറയാം. ഷീ കുഡ് സ്പീക്ക് 5 languages fluently. She could speak 5 languages fluently. ഇനി എന്താ എഴുതാനുള്ളത്? ഇനി നമുക്ക് ആകെ എഴുതാനുള്ളത് 25 വയസ്സാകുമ്പോഴേക്കും എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ അതെങ്ങനെ നമ്മൾ എഴുതാ? അപ്പൊ നമ്മൾ ഹൗ എന്ന് എഴുതി. ഇനി വൈന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, വേർ എന്ന് പറഞ്ഞിട്ടില്ല, വെൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്? 25 വയസ്സാകുമ്പോഴേക്കും എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ ദി ഏജ് ഓഫ് 25. അപ്പൊ ഈ ഒരു ഫ്രേസ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഈ വയസ്സാകുമ്പോഴേക്കും അവൾക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബൈ ദി ഏജ് ഓഫ് 25 എന്ന് പറഞ്ഞത്. ഈ ഒരു സെന്റൻസ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഷീ കുഡ് സ്പീക്ക് 5 languages ബൈ ദി ഏജ് ഓഫ് 25 എന്ന് പറയാം, അല്ലെങ്കിൽ ബൈ ദി ഏജ് ഓഫ് 25 എന്ന് നമുക്ക് ഇത് ആദ്യം എഴുതിയാലും ശരിയാണ്. ബൈ ദി ഏജ് ഓഫ് 25 എന്താണ്? ഷീ കുഡ് സ്പീക്ക് 5 languages fluently എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ ക്യാനും കുഡും എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലാക്കി. അപ്പൊ ക്യാൻ നമുക്കുള്ള എബിലിറ്റി ഒക്കെ പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്കുള്ള ആ ഒരു സ്കില്ലൊക്കെ പറയാൻ വേണ്ടി ക്യാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. കുഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം? നമുക്ക് മുമ്പുണ്ടായിരുന്ന എബിലിറ്റി ഒക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുൻപ് ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? കുഡ് യൂസ് ചെയ്യും അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ കണ്ടോ, ഹി ഡാഷ് പ്ലേ ദ പിയാനോ വെൻ ഹി വാസ് എ ചൈൽഡ്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ തന്നെ ഇതിന് ആൻസർ ഉണ്ട്. നമ്മളിവിടെ ക്യാൻ ആണ് കുഡ് ആണ് യൂസ് ചെയ്യുക. വളരെ ഈസിയാണ്. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ആൻസേഴ്സ് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.